ഏകാദശി വ്രതം. പ്രതിപദം മുതലുള്ള തിഥികളിൽ 11ാമത്തെ തിഥിയാണ് ഏകാദശി. അന്ന് ഹിന്ദുക്കൾ വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. മാസത്തിൽ വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ഓരോ ഏകാദശിയുണ്ട്. സൂര്യോദയത്തിൽ ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ളതിനെ ആനന്ദപക്ഷ ഏകാദശി എന്നും പറയപ്പെടുന്നു. ഇവയെ തന്നെ യഥാക്രമം പിതൃപക്ഷമെന്നും ദേവപക്ഷമെന്നും പറയാറുണ്ട്. പൊതുവെ സ്വീകരിച്ചു വരുന്ന ഏകാദശി വ്രതാനുഷ്ഠാന വിധി ഇപ്രകാരമാണ്. ഏകാദശി ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ശയനം വെറും തറയിൽ ആവണം. സഹശയനം പാടില്ല എന്നും വിധിയുണ്ട്. ഏകാദശി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് കഴിയുമെങ്കിൽ വെളുത്ത വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും പകലുറക്കം ഒഴിവാക്കുകയും ചെയ്യണം. ആ ദിവസങ്ങളിൽ ഊണുറക്കങ്ങൾ തീർത്തും വർജ്യമാണ്. തുളസി തീർത്ഥം സേവിക്കാം. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസരം. ഈ സമയം ജലപാനം കൂടി ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കുന്നത് അത്യന്തം ഉത്തമമാണ്. മനോവാക് ശരീരശുദ്ധിയും ഈ സമയത്തിൽ പാലിക്കേണ്ടതായുണ്ട്. ഈ സമയത്തിൽ മൗനാചരണം ഉത്തമമാണ്. ദ്വാദശി ദിവസത്തിൽ കുളിച്ച് വിഷ്ണു പൂജ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അതിനുശേഷം ബ്രാഹ്മണർക്ക് ഭോജനം, ദാനം ഇവയും നൽകാറുണ്ട്. അതിനുശേഷമാണ് വ്രതസമാപ്തിക്കായുള്ള പാരണ നടത്താറ്. ആ ദിവസം പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട്. ഏകാദശി ദിവസത്തിൽ പൂർണ്ണോപവാസം എല്ലാവർക്കും സാധിച്ചുവെന്ന് വരാറില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു നേരം പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കാവുന്നതാണ്. നെല്ലരിച്ചോറും അരി കൊണ്ടുള്ള പലഹാരങ്ങളും അന്ന് തീർത്തും വർജ്യമാണ്. ഒരു വർഷത്തിൽ വരുന്ന 24 ഏകാദശികൾക്കും പ്രത്യേകമായ പേരും സവിശേഷതകളുമുണ്ട്. അതിൽ ആദ്യത്തേതാണ് കാമദ ഏകാദശി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി വ്രതമാണ് കാമദ ഏകാദശി. രണ്ടാമതായി വരുന്നതാണ് പാപമോചിനി ഏകാദശി. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഈ ദിവസം. ഈ ദിവസം മഹാവിഷ്ണുവിനെ അർഘ്യം നൽകിയിട്ട് ഷോഡശോപചാര പൂജ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. മൂന്നാമതായി വരുന്നതായിരിക്കുന്ന ഏകാദശി മോഹിനി ഏകാദശി എന്നതാണ് പേര്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. നാലാമതായി വരുന്നതാണ് വരൂധിനി ഏകാദശി. വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഈ വ്രതം. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സുഖസൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ ദിവസം ബ്രാഹ്മണർക്ക് വിധിപ്രകാരം ദാനം കൊടുക്കുന്നത് വളരെയധികം വിശേഷമാണ്. ഈ ദിവസം വേപ്പിൻ കമ്പ് ഒടിക്കരുതെന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള വിശ്വാസവും പ്രചരിച്ചിട്ടുണ്ട്. അഞ്ചാമതായി വരുന്ന ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് അന്ന് ജലപാനം പോലും കൂടാതെ വ്രതം അനുഷ്ഠിച്ചാൽ ദീർഘായുസ്, ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആറാമതായി വരുന്ന ഏകാദശിയുടെ പേരാണ് അപര ഏകാദശി. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇത്. ഇതിന് അജല ഏകാദശി എന്നും പേരുണ്ട്. ഈ വ്രതാനുഷ്ഠാനം മൂലം ബ്രഹ്മഹത്യാ പാപത്തിനു വരെ മോചനം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഏഴാമതായി വരുന്ന ഏകാദശിയാണ് ശയനൈക ഏകാദശി. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഇത്. ദേവശയനി, ഹരിശയനി എന്നൊക്കെയും പേരുകളും ഈ വിശേഷ ദിവസം ഉണ്ട്. വിഷ്ണു ഭഗവാൻ ഒരു വർഷത്തിൽ 4 മാസക്കാലം ഉറക്കത്തിലാണ് എന്നൊരു വിശ്വാസമുണ്ട്. ആ നിദ്ര ആരംഭിക്കുന്ന ദിവസമാണ് ഇത്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിലാണ് ഭഗവാൻ ഈ നിദ്ര വിട്ട് ഉണരുന്നത്. ഈ 4 മാസക്കാലത്തിന് ചതുർമാസ്യം എന്നും അറിയപ്പെടാറുണ്ട്. നിദ്ര വിട്ട് ഉണരുന്ന ഏകാദശിയാണ് ഉത്ഥാന ഏകാദശി. കൃഷി ഒഴിച്ചുള്ള ശുഭകർമ്മങ്ങൾ ഈ കാലത്തെ നടത്താൻ പാടില്ല എന്നും വിശ്വാസമുണ്ട്. ശയനേകാദശി അനുഷ്ഠിക്കുന്നതുകൊണ്ട് സകല അഭിലാഷങ്ങളും സഫലമാകും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. തുടർന്ന് വരുന്ന ഏകാദശി മാഹാത്മ്യത്തെക്കുറിച്ച് ഇനിയുള്ള വാരങ്ങളിലൂടെ പരിചയപ്പെടാം.